Hi students, welcome back to maths class. Today's first topic, selling fruit. This is a price list at Saji's fruit shop. Item and price per kilogram. Orange 60 rupees, grape 52 rupees, apple 110 rupees, mango 65 rupees. ഇതാണ് അവരുടെ പ്രൈസ് ചാർട്ട്. നെക്സ്റ്റ്, he buys oranges and mangoes at 50 rupees a kilogram. അയാൾ ഓറഞ്ചസും മാംഗോസും വാങ്ങിയത് എങ്ങനെ കിലോഗ്രാമിന് 50 rupees ആയിട്ടാണ്. പക്ഷേ അയാളുടെ ടേബിൾ കൊടുത്തത് എത്രയാണ്? 60 rupees. നെക്സ്റ്റ്, ഗ്രേപ്സ് 40 rupees a kilogram. അതായത് ഒരു കിലോഗ്രാമിന് ഗ്രേപ്സ് എത്രയാണ്? 40 rupees. ആൻഡ് ആപ്പിൾസ് അറ്റ് 100 rupees a kilogram. ആപ്പിൾസ് 100 rupees. കിലോഗ്രാമിന് 100 rupees ആണ്. Which fruit gets him the most profit? Which fruit gets him the most profit? അപ്പോൾ ഏത് ഫ്രൂട്ടാണ് കൂടുതൽ ലാഭം അല്ലേ? അതിൽ ഏത് ഫ്രൂട്ട് മേലാണ് അയാൾക്ക് കൂടുതൽ ലാഭം കിട്ടിയത്? എങ്ങനെ വരുന്നത്? ഓറഞ്ചസ് ബോട്ട് ഫോർ 50 rupees ആർ സോൾഡ് ഫോർ 60 rupees ആൻഡ് മാംഗോ ബോട്ട് ഫോർ 50 rupees ആർ സോൾഡ് ഫോർ 65 rupees. അപ്പോൾ ഓറഞ്ച് അയാൾ വാങ്ങിയത് 50 rupeesനാണ്, വിറ്റത് 60 rupeesന്. മാംഗോ 50 rupeesന് വാങ്ങിയിട്ടുണ്ട്, വിറ്റതോ 65 rupeesനാണ്. അപ്പോൾ രണ്ടും അയാൾ വാങ്ങിയത് 50 rupeesനാണ്, പക്ഷെ വിറ്റത് ഒന്ന് 60 rupeesനും മറ്റേതോ 65 rupeesനുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടും ഏതാണ് പ്രോഫിറ്റബിൾ ആയത്? മാംഗോസ് ആണ് അല്ലേ? അതായത് 60 രൂപയും 65 രൂപയാണ്. അപ്പോൾ 5 രൂപയുടെ അവിടെ വ്യത്യാസമുണ്ട്, കാരണം രണ്ടും വാങ്ങിയത് എന്താണ്? ഒരേ വിലക്കാണ്. അപ്പോൾ നമുക്ക് പറയാം ഓഫ് ദീസ് മാംഗോസ് ആർ മോർ പ്രോഫിറ്റബിൾ സിൻസ് ദേ റിട്ടേൺ മോർ ഫോർ ദ സെയിം എമൗണ്ട് സ്പെൻഡ്. ഓക്കെ, നെക്സ്റ്റ്, വെൻ ആപ്പിൾസ് ബോട്ട് ഫോർ 100 rupees ആർ സോൾഡ് ഫോർ 110 rupees ഹി ഗെറ്റ്സ് എ പ്രോഫിറ്റ് ഓഫ് 10 rupees. അപ്പോൾ ആപ്പിൾസ് അയാൾ വാങ്ങിയത് 100 rupeesനാണ് കിലോഗ്രാമിന്, പക്ഷെ അയാൾ കൊടുക്കുന്നത് എങ്ങനെയാണ്? വിൽക്കുന്നത് 110 rupees ആയിട്ട്. അപ്പോൾ അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടി? 10 rupees. വെൻ ഓറഞ്ചസ് ബോട്ട് ഫോർ 50 rupees ആർ സോൾഡ് ഫോർ 60 rupees. ഓറഞ്ചസ് 50 rupeesന് വാങ്ങിയിട്ട് 60 rupeesനാണ് അയാൾ വിൽക്കുന്നത്. ദെൻ ഹൗ മച്ച് പ്രോഫിറ്റ് ഡസ് ഹി ഗെറ്റ്? അവിടെ എത്ര രൂപ ലാഭം കിട്ടി? 50 രൂപക്ക് വാങ്ങിയിട്ട് 60 രൂപക്ക് വിൽക്കുമ്പോൾ 10 rupees അവിടെ ലാഭമാണ് അല്ലേ? ദെൻ ഹൗ ഡു വി ഡിസൈഡ് വിച്ച് ഈസ് മോർ പ്രോഫിറ്റബിൾ? അപ്പോൾ ഈ ഫ്രൂട്ട്സിൽ ഏതാണ് കൂടുതൽ പ്രോഫിറ്റബിൾ എന്ന് എങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക? ഹി ഗെറ്റ്സ് ദ സെയിം പ്രോഫിറ്റ് ഓഫ് 10 rupees ഓൺ സെല്ലിംഗ് ഓറഞ്ചസ് ബോട്ട് ഫോർ 50 rupees ആൻഡ് ആപ്പിൾസ് ബോട്ട് ഫോർ 100 rupees. അപ്പോൾ ആപ്പിളിൻ്റെ കേസിലും ഓറഞ്ചിൻ്റെ കേസിലും അയാൾക്ക് സെയിം 10 rupees ആണ് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലേ? ഓഫ് ദീസ് ഓറഞ്ചസ് ആർ മോർ പ്രോഫിറ്റബിൾ സിൻസ് ഹീ സ്പെൻഡ്സ് ലെസ് ഓൺ ദം. നെക്സ്റ്റ്, ഗ്രേപ്സ് ബോട്ട് ഫോർ 40 rupees ആർ സോൾഡ് ഫോർ 52 rupees. ഇനി ഗ്രേപ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴോ, ഗ്രേപ്സ് അയാൾ വാങ്ങിയത് 40 rupeesനാണ്, പക്ഷേ വിൽക്കുന്നത് 52 rupeesനാണ് അല്ല? അവിടെ എത്ര രൂപയുടെ മാറ്റമുണ്ട്? 40 രൂപക്ക് വാങ്ങിയിട്ട് 52 രൂപക്ക് വിൽക്കുക എന്ന് പറയുമ്പോൾ 12 രൂപയുടെ വ്യത്യാസമുണ്ട് അല്ലേ? നെക്സ്റ്റ്, ഓറഞ്ചസ് ബോട്ട് ഫോർ 50 rupees ആർ സോൾഡ് ഫോർ 60 rupees. ഇനി ഓറഞ്ച് എങ്ങനെയാണ്? 50 രൂപക്ക് വാങ്ങിയിട്ട് 60 രൂപക്ക് വിൽക്കുകയാണ്. അപ്പോൾ അവിടെ 10 രൂപയുടെ മാറ്റാണ് വന്നത്. ദെൻ വിച്ച് ഓഫ് ദീസ് ഈസ് മോർ പ്രോഫിറ്റബിൾ? അതിലേതാണ് കൂടുതൽ ലാഭകരമായിട്ടുള്ളത്? എങ്ങനെ കണ്ടുപിടിക്കുക? അത് രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ? അതായത് 40 ആണ്, ഇവിടെ എന്താണ് 50 ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഏതാണ് കൂടുതൽ പ്രോഫിറ്റബിൾ എന്ന്? ഒന്ന് 40 രൂപേൻ്റെ കേസാണ്, ഒന്ന് 50 രൂപയുടെ കേസാണ്. അപ്പോൾ നേരത്തെ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് അവിടെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? നേരത്തെ നമ്മൾ ഈസി ആയിട്ട് പറഞ്ഞു എങ്ങനെയാണ്? അത് എമൗണ്ട് അയാൾ വാങ്ങിയ എമൗണ്ട് ഈക്വൽ ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ് പ്രോഫിറ്റ് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും. ഇവിടെ അങ്ങനെയല്ല, എമൗണ്ട് വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ അതിനെന്താണ് ചെയ്യുന്നത് നോക്കാം. ലെറ്റ് us suppose he buys each for 100 rupees. ഇനി നമ്മൾ സപ്പോസ് നമ്മൾ എന്താണ് അങ്ങനെ എടുക്കുകയാണ്, 100 rupeesനാണ് അയാൾ ഓരോന്നും വാങ്ങിയതെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഫസ്റ്റ് നോക്കുക, 2 kilograms ഓഫ് ഓറഞ്ചസ് ക്യാൻ ബി ബോട്ട് ഫോർ 100 rupees അല്ലേ? ഇത് അയാൾ ഓറഞ്ച് എങ്ങനെയാണ്? 1 kilogramന്
50 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് ഇപ്പം എങ്ങനെയാണ്? 100 റുപ്പീസിൻ്റെ കേസാണ്. 100 റുപ്പീസിൻ്റെ കേസിൽ അയാൾക്ക് എത്ര കിലോ ഓറഞ്ച് വാങ്ങാം? 2 കിലോഗ്രാം ഓറഞ്ച് വാങ്ങാം അല്ലേ? 100 റുപ്പീസിന് 2 കിലോഗ്രാം ഓറഞ്ചസ് അയാൾക്ക് വാങ്ങാൻ പറ്റും. ദേ ആർ സോൾഡ് ഫോർ 60 × 2 120 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഇവിടെ 2 കിലോഗ്രാം ആണ്. അപ്പോൾ 2 × 60 120 എന്ന് കിട്ടും. അപ്പോൾ 120 റുപ്പീസ് എന്ത് ചെയ്യും? വിൽക്കും. ഓക്കെ. അപ്പോൾ 100 റുപ്പീസുകളിൽ വാങ്ങിയത് എടുക്കുമ്പോൾ 100 റുപ്പീസിന് വാങ്ങുമ്പോൾ അയാൾക്ക് 2 കിലോഗ്രാമാണ് ഓറഞ്ച് കിട്ടുന്നത്. ഇനി അതേ സാധനം എന്ത് ചെയ്യാണ്? 50 റുപ്പീസ് ആയിരുന്നു, അത് നമുക്ക് എന്ത് ചെയ്യാം? 60ലേക്ക് മാറ്റാം. അപ്പോൾ 60 ആണ് അയാൾ വിറ്റത്. അപ്പോൾ 2 × 60 എന്ന് പറയുമ്പോൾ 120 റുപ്പീസ്. ഇനി അപ്പോൾ അവിടുത്തെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 20 റുപ്പീസാണ് അവിടുത്തെ പ്രോഫിറ്റ് വരുന്നത്. നെക്സ്റ്റ്, ഹൗ മെനി കിലോഗ്രാംസ് ഓഫ് ഗ്രേപ്സ് ക്യാൻ ഹി ബൈ ഫോർ 100 റുപ്പീസ്? ഇനി ഗ്രേപ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴോ 100 റുപ്പീസിന് എത്ര ഗ്രേപ്സ് വാങ്ങാൻ പറ്റും? 100 രൂപക്ക്. എങ്ങനെയായിരുന്നു? 1 കിലോഗ്രാം ഗ്രേപ്സ് അയാൾ എത്ര രൂപക്കാണ് വാങ്ങിയത്? 40 അല്ലേ? അപ്പോൾ നമുക്ക് ഈ 1 കിലോഗ്രാം ഈ 40 റുപ്പീസിനെ 100ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് എത്ര കിലോഗ്രാം വാങ്ങാൻ പറ്റും? 40 + 20 ആണ് എന്ത്? 100 അല്ലേ? 40 + 40 80, 80 + 20 100. അങ്ങനെയാണെങ്കിൽ ഇവിടെ 40ക്ക് 1 കിലോഗ്രാം, എഗെയിൻ 1 കിലോഗ്രാം കിട്ടും. പിന്നെ 20 അല്ലേ? അപ്പോൾ എത്ര കിട്ടുക? ഹാഫ്. അപ്പോൾ 100 റുപ്പീസിന് അയാൾക്ക് എത്ര കിട്ടും? 2.5 കിലോഗ്രാം എന്ത് കിട്ടുന്നുണ്ട്? ഗ്രേപ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, he can buy 2 kilograms for 80 rupees and with the remaining 20 rupees another half kilogram, all together to 1/2 kilograms. അപ്പോൾ 2.5 കിലോഗ്രാം ഗ്രേപ്സ് അയാൾക്ക് എന്ത് കിട്ടും? 100 റുപ്പീസിന് കിട്ടും. ദെൻ ഫോർ ഹൗ മച്ച് ഡസ് ഹീ സെൽസ് ദീസ്? എത്ര രൂപക്കാണ് അയാൾ ഇത് വിറ്റിട്ടുണ്ടാവുക? എങ്ങനെ അയാൾ വിറ്റതെന്നാണ് പറഞ്ഞത്? 40 രൂപക്ക് വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? 52 റുപ്പീസിനാണ് വിൽക്കുന്നത്. അപ്പോൾ എങ്ങനെ വരിക? 52 × 2 1/2 എത്ര വരിക? 52 × 2 1/2 ചെയ്യുമ്പോൾ 130 റുപ്പീസ് കിട്ടും. അതായത് 52 × 2 എന്ന് പറഞ്ഞാൽ 52നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 52ൻ്റെ ഡബിള് 104 പ്ലസ് പിന്നെ ഒരു ഹാഫാണുള്ളത് അല്ലേ? അപ്പോൾ 52ൻ്റെ ഹാഫ് എത്രയാണ്? 26. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ 104ഉം 26ഉം കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 130. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കേസിൽ 120 റുപ്പീസും രണ്ടാമത്തെ കേസിൽ 130 റുപ്പീസും. അപ്പോൾ ഇവിടെ എന്താണ്? 20 റുപ്പീസാണ് പ്രോഫിറ്റ് വന്നത്. ഇവിടെ 30 റുപ്പീസ് പ്രോഫിറ്റ്. ഓക്കെ. ഇപ്പോൾ 20ഉം 30ആണ് അവിടുത്തെ പ്രോഫിറ്റ് വരുന്നത്. ഹിയർ വി ഫൈൻഡ് ദ ഗ്രേപ്സ് ഫെച്ച് മോർ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും? ഗ്രേപ്സ് ആണ് കൂടുതൽ ലാഭമായിട്ട് കിട്ടുക അല്ലേ? ഇവിടെ 20 ഉള്ളൂ, ഇവിടെ എന്താണ്? 30 റുപ്പീസ് വരുന്നുണ്ട്. ബൈ അസ്യൂമിങ് ദ എമൗണ്ട് സ്പെൻഡ് ഓൺ ഈച്ച് ടു ദി 100 റുപ്പീസ്. ദ നെക്സ്റ്റ്, സച്ച് കമ്പ്യൂട്ടേഷൻസ് ക്യാൻ ബി മെയ്ഡ് ഈസിയർ ബൈ റെഡ്യൂസിങ് ടു പെർസെൻറ്റേജസ്. ഇനി നമ്മൾ ഈ പറഞ്ഞ കാൽക്കുലേഷൻസ് ഇപ്പോൾ 100 റുപ്പീസിനാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ 100 റുപ്പീസിന് കാൽക്കുലേറ്റ് ചെയ്തത് നമ്മൾ ഇത് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഇനി അതിനെ ബൈ റെഡ്യൂസിങ് ടു പെർസെൻറ്റേജിലേക്ക് റെഡ്യൂസ് ചെയ്ത് പറയാണ്. നോക്കാം. ഫസ്റ്റ് ഇൻ സെല്ലിങ് ഓറഞ്ച്. ആദ്യത്തെ കേസ് നമ്മൾ ഓറഞ്ചാണ്. ഇപ്പോൾ ഓറഞ്ച്, ഗ്രേപ്പ്, ആപ്പിൾ, മാംഗോ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഫസ്റ്റ് നോക്ക്. ഇൻ സെല്ലിങ് ഓറഞ്ചസ് ദ പ്രോഫിറ്റ് ഈസ് 10/50. അത് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഓറഞ്ച് എങ്ങനെയായിരുന്നു? 50ഉം 60ആണ്. ഓറഞ്ചിൻ്റെ കേസ് എങ്ങനെയാണ്? 50 രൂപക്ക് വാങ്ങിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? 60 റുപ്പീസിന് വിൽക്കുകയാണ് അല്ലേ? 50 രൂപക്കാണ് വാങ്ങിയത്, 60 രൂപക്കാണ് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പറഞ്ഞ് നമ്മളവിടെ 10 റുപ്പീസിൻ്റെ എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. ഇനി നമ്മൾ പെർസെൻറ്റേജിൻ്റെ ടേംസിൽ പറയുകയാണ് നോക്കുക. 50 60 ആയിരുന്നു. അപ്പോൾ ഇതിനെങ്ങനെ എഴുതാം? 10/50. 10/50.
അപ്പോൾ നമുക്ക് പറയാം ദ പ്രോഫിറ്റ് ഈസ് 10/50 ഓഫ് ദ എമൗണ്ട് സ്പെൻഡ്. ഈ 10/50 എന്ന് പറയുമ്പോൾ ഇതിലെ ടെന്നുകൾ നമ്മൾ ക്യാൻസൽ ചെയ്താൽ എന്താ കിട്ടുക? 1/5. ദാറ്റ് ഈസ് 1/5 ഓഫ് ദി ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് 1/5 മീൻസ്, ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1/5നെ എങ്ങനെ എഴുതാം? 1/5 ഇൻറ്റു 100. 1/5 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 100ൻ്റെ 1/5 എത്രയാണ്? അല്ലെങ്കിൽ 100/5 എന്ന് പറഞ്ഞാൽ എന്താ? 20 ആണ് അല്ലേ? അപ്പോൾ നോക്കുക, ഓറഞ്ചസിൻ്റെ കേസിൽ നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ടിരുന്നു. എന്തായിരുന്നു നമുക്ക് കിട്ടിയത്? യെസ്, ഓറഞ്ചസ് ബോട്ട് ഫോർ 50 റുപ്പീസ് ആൻഡ് സോൾഡ് ഫോർ 60 റുപ്പീസ്. 10 രൂപയുടെ പ്രോഫിറ്റ് ആണ് നമ്മളവിടെ കണ്ടത്. പക്ഷെ അതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താ പറയുക? യെസ്, എനിക്ക് കിട്ടിയത് 20% പ്രോഫിറ്റ്. ഓക്കെ, ഏതിൻ്റെ കേസിലാണ്? ഓറഞ്ചിൻ്റെ കേസിൽ. ഇനി നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് ഗ്രേപ്സ്, ഇപ്പോൾ നമ്മൾ ഗ്രേപ്സ് നേരത്തെ ഇപ്പോൾ കണ്ടെത്തിയിരുന്നു. എത്രയാണ്? 130 റുപ്പീസിൻ്റെ വ്യത്യാസം അവിടെ കിട്ടിയത് അല്ലേ? സോറി, 130 റുപ്പീസാണ് നമുക്ക് അവിടെ കിട്ടിയിരുന്നത്. അതായത് അവിടുത്തെ പ്രോഫിറ്റ് എന്താണ്? 30. 100 റുപ്പീസ് വെച്ച് നമ്മൾ കണ്ടപ്പോൾ നമുക്ക് 130 കിട്ടിയില്ലേ? യെസ്, അപ്പോൾ അവിടുന്ന് 130ന് 100ന് ഡിഫറൻസ് ആണ് എന്ത്? 30. അപ്പോൾ ഗ്രേപ്സ് എന്താണ്? 30 ആണ് അവിടുത്തെ പ്രോഫിറ്റ് വന്നത്. ഇനി ഇവിടെ നോക്കാം, ഇൻ ദ കേസ് ഓഫ് ഗ്രേപ്സ് ദ പ്രോഫിറ്റ് ഈസ് എങ്ങനെയായിരുന്നു? ഗ്രേപ്പ് 40. അയാൾ വാങ്ങുന്നത് 40 റുപ്പീസിനും പക്ഷെ അയാൾ വിൽക്കുന്നതോ 52 റുപ്പീസിനാണ്. അപ്പോൾ ഇവിടുത്തെ മാറ്റം എത്രയാണ്? 12 അല്ലേ? ഇപ്പോൾ 12 അയാളുടെ ലാഭം, അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 റുപ്പീസാണ്. അപ്പോൾ 12 ഇനി 40, അയാൾ വാങ്ങിയത് എത്രയായിരുന്നു? 40 റുപ്പീസിന്. 12/40 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 12/40നെ 12ലും 40ലും കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ? 4 ഉണ്ട് അല്ലേ? അപ്പോൾ ക്യാൻസൽ ചെയ്താൽ ഇത് 3 ഇൻറ്റു 4 ആണ്. ഇതോ 10 ഇൻറ്റു 4 ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 3/10. അപ്പോൾ 3/10ൻ്റെ എന്താണ്? 3/10 ഓഫ് ദി ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. ടോട്ടൽ എമൗണ്ട് സ്പെൻഡ്. ഇനി നമുക്ക് ആ 3/10 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? 3/10 ഇൻറ്റു 100. അതായത് എന്ത് കിട്ടും? 300/10. അപ്പോൾ ഇവിടുത്തെ ടെന്നുകൾ ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 30. അപ്പോൾ അവിടുത്തെ പ്രോഫിറ്റ് ഇത് വരും 30%. നെക്സ്റ്റ്, സിമിലർലി വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദി പ്രോഫിറ്റ് ഫോർ ആപ്പിൾസ് ആൻഡ് പ്രോഫിറ്റ് ഫോർ മാംഗോസ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ആപ്പിളിൻ്റെയും മാംഗോസിൻ്റെയും പ്രോഫിറ്റ് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അവിടെ ആപ്പിളിൻ്റെ കേസിൽ 10% കിട്ടും, മാംഗോസിൻ്റെ കേസിൽ 30% കിട്ടും. ഓക്കെ, യെസ്, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, the most profitable deals are in grapes and mangoes, each of these giving 30% profit. അത് ഗ്രേപ്സും മാംഗോസും എടുക്കുമ്പോൾ രണ്ടിനും എന്താണ്? സെയിം പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റാണ് കിട്ടിയിട്ടുള്ളത്. Next question. A man bought coconuts for 650 rupees and sold these for 598 rupees. What is the percentage of loss? Okay, ഇപ്പോൾ ഇവിടെ നോക്കാം. A man bought coconuts for 650 rupees. അതായത് വാങ്ങിയത് 650 rupees. 650 റുപ്പീസിനാണ് അയാൾ വാങ്ങിയിട്ടുള്ളത്. ആൻഡ് സോൾഡ്, വിറ്റതോ 598 റുപ്പീസ്. അപ്പോൾ വാങ്ങിയത് 650 റുപ്പീസിനും വിറ്റത് 598 റുപ്പീസിനും. ഏതതിൽ കൂടുതൽ? വാങ്ങിയതാണ്. അപ്പോൾ അയാൾക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാവുക? ലോസ് അല്ലേ? കാരണം വിറ്റപ്പോൾ ഇത്രയല്ലേ കിട്ടിയുള്ളൂ, വാങ്ങിയത് ഇത്ര ആണെങ്കിൽ. അപ്പോൾ അവർക്ക് എന്താ കിട്ടിയിട്ടുണ്ടാവുക? ലോസ്, നഷ്ടമാണ് സംഭവിക്കുക അല്ലേ? അതിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. അതെത്രയാണ് വരിക? അതിനെ കണ്ടുപിടിക്കുക. 650ന്ന് 598 മൈനസ് ചെയ്യാം. ഇവിടെ എന്താവും? 10 ആവും. ഈ 5 മാറിയിട്ട് ഇവിടെ 4 ആയി അല്ലേ? ദെൻ 10ന്ന് 8 മൈനസ് ചെയ്താൽ 2.
ഇനി ഇവിടെ 4 നമുക്ക് 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 6 നിന്ന് വീണ്ടും ഇങ്ങോട്ട് 1 എടുത്തു. അപ്പോൾ ഇവിടെ 5 ആയി. എത്ര വരിക? 52. സോ ലോസ് എത്രയാണ്? 52 റുപ്പീസ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ലോസ്? പെർസെൻറ്റേജ് ഓഫ് ലോസ് ആണ് കാണേണ്ടത്. അപ്പോൾ എങ്ങനെ വരിക? പെർസെൻറ്റേജ് ഓഫ് ലോസ്. പെർസെൻറ്റേജ് ഓഫ് ലോസ് ഈസ്, ഇവിടുത്തെ ലോസ് എത്രയാണ്? 52 ബൈ, ഇനി അയാൾ എത്ര രൂപക്കാണ് ഇത് വാങ്ങിയത്? 650 ഇൻറ്റു 100. ദാറ്റ് ഈസ് 5200 ബൈ 650. നമുക്ക് ആദ്യം ടെൻസിനൊന്ന് ക്യാൻസൽ ചെയ്യാം. ഇനി 520 ബൈ 65 എത്ര തവണ വരും അതിൽ? 520ൽ 65 3 ആണെങ്കിൽ 3 ഇൻറ്റു 6 എന്ന് പറയും. 5 ആണെങ്കിൽ 5 ഇൻറ്റു 6 30. 4 ആകുമ്പോൾ 4 ഇൻറ്റു 6 6 ആകുമ്പോൾ 36. 7 ആകുമ്പോൾ 42. നമുക്ക് 8 എടുത്ത് നോക്കാം അല്ലേ? 8 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 48 വരുന്നുണ്ട്. 8 ഇൻറ്റു 5 40, ദെൻ 4. 8 ഇൻറ്റു 6 48. 48 പ്ലസ് 4 52. അപ്പോൾ എന്താ കിട്ടുക? 8. ദാറ്റ് ഈസ് 8%. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ലോസ് എത്രയാണ്? 8%. The next, page number 136 first question. An almirah bought for 5,000 rupees was sold for 5,600 rupees. What is the profit percentage? വാങ്ങിയത് 5,000 റുപ്പീസിന്, വിറ്റത് 5,600 റുപ്പീസിന് അല്ലേ? അപ്പോൾ വിറ്റതാണ് അവിടെ കൂടുതൽ. വിറ്റതാണ് കൂടുതൽ, അതായത് അയാൾക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആവും കിട്ടിയിട്ടുണ്ടാവുക. എത്ര രൂപ പ്രോഫിറ്റ് കിട്ടും? 5,000ഉം 5,600 ആണ്. അപ്പോൾ 600 റുപ്പീസാണ് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 600 ബൈ 5,000 ഇൻറ്റു 100. എന്നിട്ട് അതിനെ ക്യാൻസൽ ചെയ്ത് നോക്കുക കേട്ടോ, ഡിവൈഡ് ചെയ്ത് നോക്കുക എന്താ കിട്ടുന്നത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, എ ടി വി ബോട്ട് ഫോർ 12,000 rupees വാസ് സോൾഡ് ഫോർ 10,200 rupees. വാട്ട് ഈസ് ദ ലോസ് പെർസെൻറ്റേജ്? അവിടുത്തെ ലോസ് പെർസെൻറ്റേജ് ആണ് കാണേണ്ടത്. നേരത്തെ പ്രോഫിറ്റ് പെർസെൻറ്റ് കണ്ട പോലെ തന്നെ ഇവിടെ 12,000 റുപ്പീസിനാണ് വാങ്ങിയത്, പക്ഷേ 10,200 റുപ്പീസിനാണ് അത് വിറ്റിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏതാണ് കൂടുതലുള്ളത്? വാങ്ങിയ വിലയാണ് കൂടുതൽ, ഇത് വിറ്റതിനേക്കാളും അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോസ് പെർസെൻറ്റേജ് എന്താ വരിക? എത്ര രൂപയാണ് അവിടുത്തെ മാറ്റം? 1,800. അപ്പോൾ 1,800 ബൈ 12,000 ഇൻറ്റു 100. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടും. എത്രയാണ് അവിടുത്തെ ലോസ് പെർസെൻറ്റേജ്? അത് രണ്ടും ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ് us stop today's class. Thank you.